എക്സാമിന് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമായിരിക്കും നമ്മുടെ ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി കുറയാനുള്ള കാരണങ്ങൾ എന്തൊക്കെ. നമ്മൾ ആ 4 കാരണങ്ങളെ ഈവിൽ ക്വാർട്ടറ്റുകൾ എന്നാണ് വിളിക്കുന്നത്. ഏതൊക്കെയാണ് ആ 4 കാരണങ്ങൾ? ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ ആണ്. അതായത് അവർക്ക് ജീവിക്കാനുള്ള സ്ഥലം, വാസസ്ഥലം നഷ്ടമാകുന്നു. അതുപോലെ സ്ഥലങ്ങളൊക്കെ തന്നെ ഇങ്ങനെ ചെറിയ കുഞ്ഞു ഭൂമികളായിട്ട് ഫ്രാഗ്മെന്റ് ചെയ്യപ്പെടുന്നു, തുണ്ടുഭൂമികളായിട്ട് മാറുന്നു. സോ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ പ്രൈം റീസൺ എന്ന് പറയുന്നത്. രണ്ടാമത്തെ റീസൺ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ആണ്. വേട്ടയാടി ആ ജീവികൾ ഇല്ലാതെയാകുന്നു. നമ്മുടെ നാട്ടിലെ ഡോഡോ പക്ഷികളൊക്കെ ഇല്ലാതെയായത്, അതുപോലെ പാസഞ്ചർ പീജിയൻ ഒക്കെ ഇല്ലാതെയായത് ഈ പറയുന്ന വേട്ടയാടലുകളിലൂടെയാണ്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻ ആണ്. ആ നാട്ടിലില്ലാത്ത ജീവികളെ അങ്ങോട്ട് നമ്മൾ ഇൻവേഡ് ചെയ്യിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ അവിടെ വന്ന് കയറുമ്പോൾ അവരുടെ നാച്ചുറൽ എനിമി അവിടെ ഉണ്ടാവില്ല. അപ്പൊ എന്താ സംഭവിക്കുക? ആ ജീവി അവിടെയുള്ള ജീവികളെ തിന്ന് ഭക്ഷിച്ച് അവരിങ്ങനെ മറ്റുള്ള ജീവികൾക്ക് വംശനാശം വരുത്തുന്നു. ഉദാഹരണത്തിന് ലേക്ക് വിക്ടോറിയയിലേക്ക് നൈൽ പേർച്ച് എന്ന് പറയുന്ന വലിയൊരു മീനിനെ നമ്മൾ കടത്തിവിട്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കുഞ്ഞൻ മീനുകളായിട്ടുള്ള സിച്ചിൽഡ് ഫിഷിന്റെ 200ഓളം സ്പീഷീസുകളാണ് അപ്രത്യക്ഷമായത്, വംശനാശം സംഭവിച്ച് ഇല്ലാതെയായത്. ഇതാണ് മൂന്നാമത്തെ റീസൺ. നാലാമത്തെ റീസൺ ആണ് കോ എക്സ്റ്റൻഷൻ. ഒരു ജീവി മറ്റൊരു ജീവിയെ ആശ്രയിച്ചാണ് ജീവിക്കുന്നതെങ്കിൽ ഒരാൾ ഇല്ലാതെയാകുമ്പോൾ മറ്റേയാളും താനേ ഇല്ലാതെയാകും. സോ ഈ 4 കാരണങ്ങളെയാണ് ഈവിൽ ക്വാർട്ടറ്റ്സ് എന്ന് വിളിക്കുന്ന. എക്സാമിന് ഷുവർ ആയിട്ടും ചോദിക്കും, ഫുൾ മാർക്കും സ്കോർ ചെയ്യും.